ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. നമ്മൾ അഥവാ ഞാൻ, നിതിൻ, അച്ചു, നമ്മൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള റഫീഖിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സമയം ഏകദേശം പുലർച്ചെ 1:15 നമ്മൾ ചിരിച്ചുകൊണ്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് എൻജോയ് ചെയ്ത് എൻ്റെ കാറിൽ ഇരിക്കുകയായിരുന്നു. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. റോഡിൽ ആരുമില്ല, സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓഫാണ്. നമ്മൾ ഏതോ ഒരു ഷോർട്ട് കട്ടിലേക്കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. അപ്പോൾ ആ സമയമാണ് എഞ്ചിനിൽ നിന്നും എന്തൊരു ശബ്ദം ഞാൻ കേട്ടത്. അതിനുശേഷം നിശബ്ദം. ഞാൻ എൻ്റെ കാർ ആ ഒരു റോഡ് സൈഡിലേക്ക് പാർക്ക് ചെയ്തു. എല്ലാ സ്ഥലവും ഇരുട്ടായിരുന്നു. പ്രാണികളുടെ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അച്ചു എന്നോട് പറഞ്ഞത്, എടാ GPS ചെക്ക് ചെയ്, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്. ഞാൻ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി. അങ്ങനെ ഞാൻ അത് ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ എനിക്ക് ഒരു വാക്ക് കാണാൻ സാധിച്ചു, എസ് വളവ്. അതെ, മുന്നേ എപ്പോഴോ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. നമ്മളങ്ങനെ കാറിന്റെ പുറത്തിറങ്ങി ബോണറ്റ് പരിശോധിച്ചു. എല്ലാം ഓക്കെ ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. നിതിൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അച്ചു എൻ്റെ അടുത്തേക്ക് വന്നു. സിഗ്നൽ കിട്ടുമോ എന്ന് അവൾ നോക്കുകയാണ്. അപ്പോഴാണ് എന്തൊരു ശബ്ദം കേട്ടത്. അതെ, ആരോ ചിരിക്കുന്ന ശബ്ദം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരെയും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ഞാൻ അടുത്തുള്ള മരത്തിന്റെ മുകളിലേക്ക് നോക്കിയത്. അപ്പോൾ ഞാനത് കണ്ടു. മരത്തിന്റെ മുകളിൽ ആരും ഇരിക്കുന്നുണ്ട്. അതാരാണെന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീ മരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. നല്ല നീളമുള്ള മുടിയാണ് അവൾക്കുള്ളത്. അതുകൂടാതെ ഒരു വെള്ള സാരിയാണ് അവൾ ധരിച്ചിട്ടുള്ളത്. എനിക്ക് അലറണം എന്നുണ്ടായിരുന്നു, പക്ഷെ അലറാൻ സാധിക്കുന്നില്ല. ശബ്ദം തൊണ്ടയിൽ നിന്നും വരുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ നോക്കി, പക്ഷെ അവർ ഈ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി അവരോടും കയറാൻ പറഞ്ഞു. അവർ എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, പക്ഷെ അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയതാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ എൻ്റെ തല പുറത്തിട്ട് ആ ഒരു മരത്തിലേക്ക് നോക്കി, പക്ഷെ എനിക്ക് അവിടെ ആരും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവർ രണ്ടുപേരും, അച്ചുവും നിതിനും, അലറുന്ന ശബ്ദം ഞാൻ കേട്ടത്. നിതിൻ ഹോൺ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കാറിന്റെ ഉള്ളിലേക്ക് വീണ്ടും കയറി. അതിനുശേഷം മുന്നിലേക്ക് നോക്കി. അപ്പോഴാണ് ഞാനത് കണ്ടത്. കാറിന്റെ മുന്നിൽ ഞാൻ തൊട്ട് മുൻപേ കണ്ട ആ ഒരു മരത്തിന്റെ മുകളിൽ കണ്ട അതേ സ്ത്രീ, അല്ലെങ്കിൽ ആ ഒരു പ്രേതം നിൽക്കുന്നു. എനിക്കിപ്പോൾ ആ ഒരു സ്ത്രീയുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മറ്റൊന്നുമല്ല, കണ്ണു വേണ്ട സ്ഥലത്ത് ആ ഒരു സ്ത്രീക്ക് കറുത്ത എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്ക് സീറ്റിൽ നിന്നും അച്ചു ഛർദിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നിശബ്ദം. ലോകം കറങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. എനിക്കെൻ്റെ കാൽ അനക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബോഡി താഴേക്ക് വീണു. അതിനുശേഷം എല്ലാം ഇരുട്ടിലേക്കും. എന്തൊക്കെയോ മെഷീൻസിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ കണ്ണു തുറന്നു. എൻ്റെ മുകളിലൂടെ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ സൈഡിൽ ഡോക്ടറും ഇരിക്കുന്നുണ്ടായിരുന്നു. എടാ, അവസാനം നീ എഴുന്നേറ്റല്ലേ? അത് നിതിനായിരുന്നു. അവൻ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെഡിലാണ് കിടക്കുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, എടാ, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെ 3 പേരെയും ആ ഒരു കാറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കണ്ടെത്തിയത്, ആ ഒരു സുമതി വളവിൽ വെച്ച്. ഞാനന്ന് വിറച്ചുപോയി. അതെ, ഇതേ സുമതി വളവിനെ പറ്റിയിട്ടാണ് ഞാനന്ന് കേട്ടത്. അവിടെ ആരും പോകാറില്ല, അവൾക്ക് വിസിറ്റേഴ്സിനെ ഇഷ്ടമല്ല എന്നാണ് ഞാൻ കേട്ടത്, ഡോക്ടർ പറഞ്ഞു. അതുകൂടാതെ ഡോക്ടർ നമ്മളോട് ഈ ഒരു സുമതി വളവിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ടെന്നും പറഞ്ഞു. ഞാനത് എന്താണെന്ന് ഡോക്ടറിനോട് ചോദിച്ചു. ഡോക്ടർ അതിനെപ്പറ്റി പറയാൻ തുടങ്ങി. നമ്മൾ 3 പേരും അത് ആശ്ചര്യപ്പെട്ട് കേട്ടു. എസ് വളവ്, അത് സുമതി വളവ്, അതുള്ളത് വട്ടപ്പാറയിലാണ്, തിരുവനന്തപുരത്തിലെ ഒരു സ്ഥലം. ഒരു ഭയപ്പെടുത്തുന്ന സംഭവത്തിന് ശേഷമാണ് ആ ഒരു വളവിന് ഈ ഒരു പേര് ലഭിച്ചത്. ഏകദേശം 70 വർഷം മുന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 1953 സുമതി എന്ന പേരുള്ള ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ആ ഒരു വളവിൽ മരിച്ചതല്ല, കൊന്നു. ഇതിനൊക്കെ കാരണം സുമതിയുടെ കാമുകൻ തന്നെയായിരുന്നു. അയാൾ തന്നെയാണ് അവളെ കൊന്നതും അതുകൂടാതെ ആ ഒരു റോഡ് സൈഡ് ബെൻഡിൽ കൊണ്ടിട്ടതും. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു കാമുകനും അതുകൂടാതെ
സുമതിയെ കൊല്ലാൻ സഹായിച്ച ആ ഒരു കാമുകന്റെ സുഹൃത്തിനെയും അതേ റോഡ് സൈഡ് ബെൻഡിൽ ക്രൂരമായി കൊന്ന നിലയിൽ കണ്ടെത്തി. ഈ ഒരു സംഭവത്തിന് ശേഷം പല ആൾക്കാരും സുമതിയെ ആ ഒരു വളവിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അഥവാ സുമതി വളവിൽ വെച്ച്. ഡോക്ടർ ഇത് പറഞ്ഞ് റൂമിന്റെ പുറത്തേക്ക് പോയി. നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയത്തോടെ നോക്കി നിന്നു. ആ സമയമാണ് ഞാൻ എൻ്റെ ഫോൺ പരിശോധിച്ചത്. ഫോണിന് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ഗാലറി തുറന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഗാലറിയിൽ ഒരു ഫോട്ടോ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഫോട്ടോ ഞാൻ മുന്നേ കണ്ടിട്ടില്ല. കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ കാറിന്റെ ഉള്ളിൽ വെച്ച് എടുത്തതാണ്. നമ്മൾ 3 പേരും ഭയത്തോടെ ഇരിക്കുന്ന ഫോട്ടോ ആണത്. അതുകൂടാതെ വേറൊരു കാര്യം കൂടി ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. ബാക്ക് സീറ്റിൽ അച്ചുവിൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതെ, സുമതി. അവൾ ചിരിച്ചുകൊണ്ട് ബാക്ക് സീറ്റിൽ ഇരിക്കുകയായിരുന്നു, നമ്മളാരും അറിയാതെ. ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ വേനൽക്കാലത്താണ്. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ ഞാൻ ആ സമയം പോയിരുന്നു. ആ ഒരു ഗ്രാമത്തിൽ ഒരു കാടുണ്ട്. ആ ഒരു കാടിൽ ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രവുമുണ്ട്. പല ആൾക്കാരും ആ ഒരു ക്ഷേത്രത്തിനെ പറ്റി കഥ പറയാറുണ്ട്. പലതും ഭയപ്പെടുത്തുന്നതാണ്. പല ആൾക്കാരും അത് ശപിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണെന്നാണ് പറയാറുള്ളത്. ആർക്കും അവിടെ പോകേണ്ട ധൈര്യമില്ല. അപ്പോഴാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് എന്നെ വെല്ലുവിളിച്ചത്. മറ്റൊന്നുമല്ല, ആ ഒരു ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് പോകാനാണ്. ഞാനത് ചിരിച്ചു തള്ളി. എനിക്ക് ഈ ഒരു കാര്യങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതൊക്കെ ഒരു ഫൺ അഡ്വെഞ്ചറാണ്. എന്തായാലും അവിടെ പോകാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും 9 മണിക്ക് ഇറങ്ങി. എൻ്റെ കയ്യിൽ ഫോണും പിന്നെ ഫ്ലാഷ് ലൈറ്റ് അഥവാ ടോർച്ച് മാത്രമാണുള്ളത്. ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി ചെറുതായിരുന്നു. ഒരുപാട് കുറ്റിക്കാട്ടിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ആ ഒരു ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്കെന്തോ വിചിത്രമായി തോന്നാൻ തുടങ്ങുകയാണ്. എന്തോ വിചിത്രമായിട്ടുള്ള നിശബ്ദത. ഞാൻ ആ ഒരു ക്ഷേത്രത്തിന്റെ ഗേറ്റിലെത്തി. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. നല്ല ഇരുട്ടായിരുന്നു. എന്തായാലും ഒരു കാവിൽ വന്നതല്ലേ, അതുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. എനിക്കിതിലൊന്നും അത്ര വിശ്വാസമില്ല. എന്തായാലും ചെയ്തേക്കാമെന്ന് കരുതി ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ ആകെയുള്ള ശബ്ദം എൻ്റെ കാലടിയുടെ ശബ്ദമാണ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്കെന്തോ വിചിത്രമായിട്ട് അനുഭവപ്പെട്ടത്. അവിടെ എൻ്റെ കാലടി ശബ്ദം മാത്രമല്ല ഉള്ളത്, എൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അത് ഞാൻ ഉറപ്പിച്ചു. അപ്പോഴാണ് ഞാൻ പിന്നിലേക്ക് നോക്കിയത്. അവിടെ ഞാൻ കണ്ടത് എൻ്റെ അരക്ക് താഴെ മാത്രം നീളമുള്ള ഒരു പെൺകുട്ടിയാണ്. കറുത്തു തടിച്ച ഒരു പെൺകുട്ടിയെ. അവൾക്ക് ഒരുപാട് നീളമുള്ള മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മുടി വെച്ച് അവൾ അവളുടെ ദേഹം മുഴുവൻ മൂടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു കറുത്ത മുണ്ടാണ് അവൾ ധരിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ആ ഒരു രൂപം ചിരിച്ചുകൊണ്ട് അപ്രത്യക്ഷപ്പെട്ടു. ഇതിനുശേഷം ഞാൻ അവിടെ നിന്നില്ല. എനിക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ഒരുപാട് ആൾക്കാരോട് ഈ ഒരു അനുഭവം പറഞ്ഞു. ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് എൻ്റെ നാട്ടുകാർ പറഞ്ഞത്. പല ആൾക്കാരും ആ ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടിട്ടുണ്ട്. പണ്ടെപ്പോഴോ അവളെ ബലി കൊടുത്തതാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആ ഒരു കാവിലേക്ക് തിരിച്ച് പോയിട്ടില്ല, ഇനി പോവുകയും ഇല്ല. നല്ല മഴ പെയ്ത വൈകുന്നേരമായിരുന്നു. ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ് തീർത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ടാകും. സാധാരണ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പമാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് ഹോംവർക്ക് കൂടുതലായിരുന്നു. ഇതുകൊണ്ട് തന്നെ അവർ നേരത്തെ പോയി. ഇപ്പോഴും ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുടയുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു. ഞാൻ നെൽപ്പാടത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലെ കൂടെയാണ് പോകുന്നത്. ഞാൻ സാധാരണ എടുക്കുന്ന ഷോർട്ട് കട്ട്. സാധാരണ മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു വഴിയിലൂടെ ആരും പോകാറില്ല. അപ്പോഴാണ് മുന്നിൽ ഞാൻ ആരെയോ കണ്ടത്. ഒരു പുരുഷൻ മരത്തിന് താഴെ നിൽക്കുന്നുണ്ട്. അയാൾ ധരിച്ചത് ഒരു ബ്ലാക്ക് ജാക്കറ്റാണ്. മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ഞാൻ അയാളുടെ അടുത്തെത്തിയപ്പോൾ അയാൾ എന്നോട് ചെറിയ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കുമോ? അയാൾ പറഞ്ഞത് അയാളുടെ വണ്ടി ബ്രോക്ക് ഡൗൺ ആയെന്നാണ്. നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്നും അയാൾ ചോദിച്ചു. ഞാൻ നോ എന്ന് പറയാൻ പോകുമ്പോഴായിരുന്നു
ഞാൻ അയാളുടെ കണ്ണ് ശ്രദ്ധിച്ചത്. അയാളുടെ കണ്ണ് പൂർണ്ണമായി കറുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു വാക്ക് മിണ്ടിയില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് നടക്കാൻ തുടങ്ങി. അയാൾ എന്നെ ഫോളോ ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കാൽ ശബ്ദം. ഞാൻ കാമാവാൻ ശ്രമിച്ചു. ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ആകാമെന്നും ഞാൻ കരുതി. അപ്പോഴാണ് അയാൾ എൻ്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞത്. പ്ലീസ് എന്നെ ഒഴിവാക്കരുത്. ഞാൻ അലറാൻ പോകുമ്പോഴായിരുന്നു ഞാൻ വഴിക്ക് താഴേക്ക് വീണത്. ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ആരു വ്യക്തി ഉണ്ടായിരുന്നില്ല. കാൽ ശബ്ദവുമില്ല, മറ്റ് ശബ്ദവുമില്ല. ആകെ കേൾക്കുന്നത് മഴയുടെ ശബ്ദം മാത്രമാണ്. ഞാൻ എനിക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ വീട്ടിലേക്ക് പോയി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. എൻ്റെ പാരൻസ് എന്നോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ തല ആട്ടുക മാത്രമാണ് ചെയ്തത്. ഇതിനുശേഷം ഞാൻ രാത്രി സമയത്ത് ആ ഒരു വഴി എടുത്തിട്ടില്ല. ചില നേരം ശക്തമായി മഴ പെയ്യുമ്പോൾ ആ ഒരു കാലിൻ്റെ ശബ്ദം ഞാൻ വീണ്ടും കേൾക്കാറുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ അവിടെ മറ്റൊന്നും ഉണ്ടാവുകയുമില്ല.